ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബിനിമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ ആലപ്പുഴയിലെ വിശാൽ മാർട്ടിന്റെ വിശാലമായ ഷോറൂമിൽ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത്തവണ ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ സിസ്റ്ററും കസിൻ സിസ്റ്റേഴ്സും എല്ലാവരും ഉണ്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഷോപ്പിംഗ് ചെയ്താലോ? ഞാൻ ഇവിടെ ഒരെണ്ണം കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ യു വിൽ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. ഇത് ആണോ? അതെനിക്കിഷ്ടമാണ്. പിന്നെ ഈ ബ്ലൂ ഇഷ്ടമാണ്, പക്ഷെ ബ്ലൂ വേണ്ട നിനക്ക്, കാരണം നീ അത് ചാവട്ടെ കോട്ടെ. അതെനിക്കിഷ്ടപ്പെട്ട്, പക്ഷെ ഞാൻ നോക്കിയിട്ട് നിനക്ക് എടുക്കുമെങ്കിൽ എടുത്തോ, കാരണം നീ അതിനെ മൊത്തം എന്താ പറയുക ചവിട്ടി ചവിട്ടി ഒരു വഴിയാക്കും. ഇതിനെ എടുക്ക്, ഇതെടുക്ക്. നല്ല രസമല്ലേ? 390. 390 എന്ന് പറഞ്ഞാൽ വലിയൊരു റേറ്റ് അല്ല ആക്ച്വലി. ഇത് വെറും ബെഡ്ഷീറ്റ് എന്നേ ഉള്ളൂ അല്ലേ? എത്രയാണോ നീ പ്ലാൻ ചെയ്യുന്നത്? ഇത്ര സാധനം തരിയിടാനുള്ള അല്ല നമുക്കുള്ളത്. നമുക്ക് നല്ല വലിയതാണ് ഉള്ളത്. നമുക്ക് അരി ഒത്തിരി വലുതാവുള്ളത്. ഇത് എത്രയുടെ ടിന്നാ ഇത്? ഐ മീൻ എത്ര പീസിൻ്റെയാ? 3 ആന്ന് തോന്നുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, എനിക്ക് വിശാൽ മാർട്ടിലെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രേസിയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലായിട്ടും നമ്മൾ റെഗുലറായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടാവുമല്ലോ വീട്ടിൽ. കണ്ടെയ്നേഴ്സ്, ഫ്ലോർ മാറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങൾ. അതിനൊക്കെ നമ്മൾക്ക് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാതെ എനിക്കിങ്ങനെ കുറച്ച് റേറ്റ് കുറവുള്ള സാധനം വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ മാറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ജസ്റ്റ് 39 റുപ്പീസ്. ബാത്റൂം ഡോർമാറ്റ്സ് ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഇത് 39 റുപ്പീസിന് നോൺ സ്ലിപ്പറി ആയിട്ടുള്ള, നന്നായിട്ട് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പുള്ള ഡോർമാറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ എടുത്തത്. വിശാൽ മാർട്ടിലെ ഷോപ്പിംഗ് നമുക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിലും ഷോപ്പിങ്ങിന് വരണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയിൽ പോകണം. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഞങ്ങൾക്ക് കോട്ടയത്തും വിശാൽ മാർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇച്ചു ഇത് നമ്മുടെ അതിനകത്ത് കൊണ്ട വെച്ചേടി. ആണോ? അതാണോ? വെറൈറ്റി, നല്ല രസമുണ്ട് കാണാനായിട്ട്. ട്രേ ഒന്നും എനിക്ക് വേണം, പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഓ ആവും. സാധനങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഒരു കുറച്ച് ഇഷ്ടം തോന്നും. പിന്നെ അത് വേണോ വേണ്ടയോ എന്ന് പിന്നെ ഒരു മനസ്സിൽ കിടന്നൊരു വടംവലിയായിരിക്കും. പിന്നെ അത് അവിടെ തന്നെ വെക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും വന്നത് എടുക്കും. ഇതെങ്ങനെയുണ്ട് ഗേൾസ്? ഇതെങ്ങനെയുണ്ടെന്ന്? എങ്ങനെയുണ്ട്? രസമല്ലേ? പിന്നെ അവരും കൂടെ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതെടുത്ത് എൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. ഇതുപോലത്തെ ഗ്ലാസ് വെയർസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇതിന് കുറച്ച് കട്ടി കുറവാണ്, അതുകൊണ്ട് എടുത്തില്ല. 169 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇത് തപ്പുന്നത്. ചവട്ടി തപ്പൽ മഹാമഹം. ഞാൻ അതെടുത്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് നല്ലതാ. ഈ പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്ന സാധനം നല്ലതാ. അതിന്റെ വേറെ കളറ്. അതെ, ശരിയാ. അത് പൊട്ടിയിട്ടില്ലെന്ന് ഉറപ്പല്ലേ?
ഇതിനകത്തൂടെ എന്തോ പാടുണ്ട്. ആണോ? അങ്ങനെയല്ല, ആ ഒരു ജോയിനിങ് പാടിന്റെ കാര്യം. രസമല്ലേ കാണാനായിട്ട്? ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 20 രൂപ. ഇതിന്റെ പ്രൈസ് 99 രൂപ. അമ്മോ, ഇതിപ്പോ ഒരു അലർച്ച ഇവിടെ കേൾക്കാമായിരുന്നു. മിക്സഡ് പിക്കിൾ. ആ മിക്സഡ് പിക്കിൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മാംഗോ പിക്കിളല്ല, മിക്സഡ് പിക്കിൾ. ഇവരുടെ മിക്സഡ് അല്ലേ? മിക്സഡ്. അതിലെത്രയാണ് കിടക്കുന്നത്? സോസ് വാങ്ങിക്കണോ? നമ്മുടെ സോസ് തീർന്നു. ഇരുപത്തിനാല് 11/2026. എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നു. എടി, ഇവിടെ മഖാന ഉണ്ടോടി? മഖാന നമ്മുടെ താമര വിത്ത്. അതൊന്നും ഞാൻ മേടിച്ചെടുത്തല്ല. അതൊക്കെ ഫുള്ളി സോൾട്ടഡ് സാധനങ്ങളാ. മാംഗോ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയത്തില്ല. നല്ലതായത് ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ആയതുകൊണ്ട് സ്വാഭാവികമായും ടേസ്റ്റ് ഉള്ള സാധനം. എൻ്റെ കസിൻ സിസ്റ്ററിന്റെ കല്യാണമാണ് ആഫ്റ്റർ 2 വീക്സ്. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ആലപ്പുഴ ബീച്ചിൽ ബ്രൈഡ് ടു ബി സെലിബ്രേഷന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഉച്ചവരെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിശാൽ മാർട്ടിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇപ്പൊ സമയം 4:30 കഴിഞ്ഞു. ഇതുവരെ ആർക്കും വീട്ടിൽ പോകാനുള്ള ഒരു ചിന്ത പോലും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ വിശാൽ മാർട്ടിൽ ഷോപ്പിങ്ങിന് വരുന്നുണ്ടെങ്കിൽ വണ്ടിയായിട്ട് വരണമെന്ന്. ഇത്തവണ നമ്മൾ വണ്ടിയായിട്ട് വന്നതുകൊണ്ടാണ് എല്ലാവരും ലാവിഷായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.